അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 2 ഇളനീര് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഇളനീരിന്റെ വെള്ളം നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. എന്തെങ്കിലും ചെറിയ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചൊഴിച്ചിട്ടുള്ളത്. ഈ വെള്ളം ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഇതിപ്പോ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും നമുക്ക് വേണ്ട, ഒരു 7 ഗ്രാം ഒക്കെ മതിയാവും. അപ്പൊ 7 ഗ്രാം ചൈന ഗ്രാസ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതായി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചൈന ഗ്രാസ് ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കുതിർന്ന് സോഫ്റ്റ് ആയി കിട്ടും. 15 മിനിറ്റ് വെച്ചപ്പോൾ ചൈന ഗ്രാസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുതിർത്ത് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചൈന ഗ്രാസ് മെൽറ്റായി കിട്ടും. ഇനി നമ്മൾ കുതിർത്തെടുത്ത ചൈന ഗ്രാസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം. ഇതൊന്ന് മെൽറ്റായി വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. ചൈന ഗ്രാസ് മെൽറ്റായി കിട്ടുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഇളനീരിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് ഇളനീരിന്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഇളനീരിന്റെ വെള്ളത്തിന് അത്ര മധുരം ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഇളനീരിന് നല്ല മധുരമുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക തല്ലിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒരുപാടിട്ട് തിളപ്പിക്കരുത്, എന്നാൽ പിന്നെ ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോവും. ഈ ഒരു സമയത്ത് ഇതില് മധുരമൊക്കെ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എനിക്കിപ്പോ കറക്റ്റ് മധുരം ഉണ്ട്. ഗ്രാസ് എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല. നമ്മൾ കുതിർത്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഇളനീരിന്റെ വെള്ളത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല കനം കുറച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ അരിച്ചൊഴിക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ വേണം ഇത് അരിച്ചൊഴിക്കാനായിട്ട്. ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരുപാടൊന്നും കനം കൂടി പോകാൻ പാടില്ല. നമുക്ക് മുറിച്ചെടുക്കുന്ന സമയത്ത് കനം കുറച്ച് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ലതുപോലെ ചൂട് മാറണം. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കാൻ വെക്കാം. ഇളനീരിന്റെ ഉള്ളിലുള്ള ആ ഫ്ലഷ്, ആ കാമ്പുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇളം ഫ്ലഷ് വേണം എടുക്കാനായിട്ട്. കുറച്ച് മുറ്റിയ ഫ്ലഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എടുത്തിട്ടുള്ള ആ കാമ്പ് അല്ലെങ്കിൽ ഫ്ലഷ് 250 ml കപ്പിന് 1 കപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം, നമുക്ക് ഫ്രോസൺ ആയിട്ട് ഈ നീരിന്റെ ഫ്ലഷ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നല്ല തണുപ്പിച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ പാല് കുറച്ചും കൂടെ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മാത്രമാണെന്നുണ്ടെങ്കിൽ അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കും. ഒരു 1/2 കപ്പൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് മാത്രം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം രണ്ടും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും അതുപോലെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കി കണ്ടൻസ് മിൽക്കോ പഞ്ചസാരയോ ചേർത്ത് കൊടുത്താൽ മതി.
അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ കരിക്കിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ഒന്നും ചേർക്കാതെ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് നമ്മളെ ആ കരിക്കിൻ്റെയൊക്കെ പ്രത്യേക ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്തത് എല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ ഒരടപ്പ് വെച്ചിട്ടോ മൂടി ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ വെക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടും. എന്നാൽ മാത്രമേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഫ്രിഡ്ജിൽ വെക്കരുത്. ചൂട് നന്നായിട്ട് മാറിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു സ്പാച്ചിലുണ്ടോ കത്തിയുണ്ടോ ഇതുപോലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. രണ്ട് മണിക്കൂർ ഒന്ന് തണുപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ മുറിച്ച് വെച്ചില്ല, അത് മുഴുവനും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചത് മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ കുതിർത്ത് വെച്ച കസ്കസ് മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഓരോ ടേബിൾ സ്പൂൺ ബദാമും അതുപോലെ കശുവണ്ടിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി നമ്മുടെ വയറിലെ വിശപ്പ് മാറാനും ദാഹം മാറാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്